എല്ലാവർക്കും ചിത്ര വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. എല്ലാവർക്കും ചിത്ര വ്ളോഗിലേക്ക് സ്വാഗതം കേട്ടോ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യൂ. പൊന്നാ അച്ചു അത് നോട്ടമാണ് കേട്ടോ. നോട്ടം ഒന്ന് കാണണം. നീ അവിടെ ഇരുന്നു. അതെ ഇപ്പോൾ വരുന്നു മമ്മ വരുന്നു വരുവേട്ടാ. ചേച്ചി വേറെ പോയിട്ട് മോനവിടെ ഇരുന്നോ. ചേച്ചി പോയാ? ചേച്ചി പോയണ്ടാണ് അവനെ ഒച്ച വെക്കുന്നത്. എൻ്റെ ഉറക്കോടിയത്. തണുപ്പിട്ട് നല്ല സുഖമല്ലേ? തണുപ്പ് കൂടിക്കൂടി വരണേ. ഇന്നലെ മഴ പെയ്തപ്പോൾ ഒന്നും കൂടെ തണുപ്പ് വീണേ. അപ്പൊ കിടന്ന് ഉറങ്ങണം. മമ്മിയുടെ കട്ടിലി വന്ന് കിടന്നു, ചേട്ടൻ്റെ കട്ടിലി വന്ന് കിടന്നു. അയ്യോ എന്തുവാ ഇത്? ഇപ്പൊ ദാഹമൊന്നും ഇല്ലേ? വെള്ളം കുടിക്കും പോയി കിടക്ക്. ഇത്ര സുഖം കിടക്കാൻ ഇവിടെ. കൊച്ചുവേ എണീറ്റ് വന്ന് നോക്കണ മോഹം കഴുകാൻ. എണീറ്റുകൊണ്ട് മോഹം കഴുകാൻ നോക്കണം. ബാ കഴുകിത്തരാം. മോഹം കഴുകാൻ വന്ന് നോക്കുന്നു എണീറ്റിട്ട്. അച്ഛ വരട്ടെ ഏട്ടാ, കഴുകിത്തരാം. മമ്മിയുടെ കൈ ഇപ്പം ശരിയല്ല. ദേ അച്ഛ വന്ന് കഴുകിത്തരും പൊന്നിന്. എന്നിട്ട് ഉറക്കത്തിൽ 5 മണിക്ക് എണീറ്റ് മുഖമൊക്കെ കഴുകി തുടച്ച് കിടന്ന് രണ്ടാമത് ഉറങ്ങിയിട്ട് അവൻ മോഹം കഴുകാൻ വന്നിരിക്കുന്നുണ്ടോ? എത്ര നല്ല മോൻ കണ്ടോ. വന്ന് നോക്കിയിട്ട് പോയി നേരത്തെ. എത്ര നല്ല മോൻ. രണ്ടാമത് ഉറക്കം കഴിഞ്ഞ് വന്നാലും അതാ നമ്മൾ പഠിപ്പിച്ചു കൊടുത്താൽ ഇരിക്കുക കേട്ടോ. ഉറങ്ങി എണീക്കുമ്പോൾ മോഹം കഴുകണം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ മോൻ നല്ല കുഞ്ഞാണ്, നല്ല സുന്ദരനാണ്. ആഹാ 4 പ്രാവശ്യം ഉറങ്ങിയാൽ 4 പ്രാവശ്യം മോഹം കഴിയുമോ? മമ്മി ഇങ്ങനെ എപ്പോഴെപ്പോഴും മോഹം കഴുകാൻ പഠിപ്പിച്ചെന്നാ. രാവിലെ മോഹം കഴുകി കിടന്നതല്ലേ 5 മണിക്ക് മോർണിംഗ് വാക്കൊക്കെ കഴിഞ്ഞ്. ഇപ്പോൾ രണ്ടാമത് ഉറങ്ങിയപ്പോൾ തണുപ്പ്, മഴയൊക്കെ പെയ്ത് തണുപ്പ് കൂടിയപ്പോൾ നല്ല ഉറക്കം എൻ്റെ മോൻ. നല്ല കുട്ടിയാണ് ഏട്ടാ എൻ്റെ മോൻ. ഗുഡ് ബോയ് ആണ് ഏട്ടാ എൻ്റെ മോൻ. നല്ല മോനാണ് എൻ്റെ മോന്. നല്ല വൃത്തിയും മെനയൊക്കെ ഉള്ളതാണ്. ബാ ബിസ്ക്കറ്റ് തരാം അമ്മ. കഴിച്ചോ. 3 പ്രാവശ്യം ഉറങ്ങിയ 3 പ്രാവശ്യം എണീറ്റ് മുഖം കഴുകണം അല്ലേ പൊന്നോ? മമ്മി പറഞ്ഞത് രാവിലെ തുടച്ചിട്ടൊക്കെ അല്ലേ കിടന്ന് മോൻ. 5 മണിക്ക് എണീറ്റ് മോർണിംഗ് വാക്ക് കഴിഞ്ഞ് ണ്ട് നോക്കണ്ട. ബിച്ചിട്ടൊക്കെ കഴിച്ചാ? രണ്ടാമത്തെ പ്രാവശ്യമായി മോഹം തുടക്കല്. എവിടെ ഇങ്ങോട്ട് വാ. മമ്മി ഇവിടെ ഉണ്ട്. മമ്മി ഒരിടത്ത് പോയിട്ടില്ല. മമ്മി ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്നതല്ലേ പൊന്നോ. മോൻ ഇവിടെ വന്ന് നിന്നാൽ ചൂടൊക്കെ വന്ന് വീഴും. ഇഡ്ഡലിയൊക്കെ മമ്മി ഉണ്ടാക്കുന്ന ഒരു തട്ടെടുത്തു, ചേട്ടക്ക് കൊടുത്തു. ഇഡ്ഡലി ഇനിയിപ്പോൾ കറി വെക്കണം. ഇഡ്ഡലി ഉണ്ടാക്കുന്ന മോന് ഇഡ്ഡലി കഴിക്കൂലല്ലോ. മോൻ്റെ സാധനങ്ങളൊക്കെ അല്ലേ കഴിക്കുള്ളൂ. മമ്മി ഇവിടെ ഉണ്ട്, പേടിക്കണ്ട. മമ്മി ഒരിടത്ത് പോയിട്ടില്ല. ഇവിടെ ഉണ്ട്. അടുക്കളയിൽ വന്ന് നിൽക്കണ്ട. ചൂടൊക്കെയാണ് പൊന്നോ. മമ്മി ചൂടൊക്കെ എടുത്താൽ വീഴും. മാവൊക്കെ എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കട്ടെ മമ്മ. എനിക്ക് പണിയുണ്ടേ, പേടിക്കേണ്ട. മമ്മി ഇവിടെ ഉണ്ട് കേട്ടാ. മമ്മി എന്ത് ചെയ്യണമെന്ന് നോക്കാനാണ് ഈ വരുന്നത്. അതിനാണ്. മമ്മി എന്ത് ചെയ്യണം. ഇവിടെ ഉണ്ട് മമ്മ. പാതി രാത്രി ഉറങ്ങിയിരുന്നാലും അവിടെ കിടക്കണ്ട. തണുപ്പ് കിടക്കണ്ട. പൊക്കോ തണുപ്പ്. അപ്പോൾ ഫ്രണ്ട്സ്, ചൊവ്വാഴ്ചത്തെ പൂക്കളൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് വച്ചിട്ടുണ്ട് കേട്ടോ. ചൊവ്വാഴ്ചത്തെ പൂക്കളാണേ. ചൊവ്വാഴ്ച അനുസരിച്ചുള്ള പൂവ് തരും കേട്ടോ. വ്യാഴാഴ്ച അവർ തുളസിയൊക്കെ കൂടുതലിട്ടിരുന്നു. നമ്മുടെ മുകളിൽ തുളസി ഉണ്ട് എന്നിരുന്നാണ്. ഇനി മുകളിൽ ചെന്ന് കുറച്ച് ശംഖുപുഷ്പവും ഉള്ള പൂക്കളും തുളസിയൊക്കെ കൊണ്ടുവരണം. അങ്ങനെ അവർ ചൊവ്വാഴ്ചയുടെ പൂ തരും. വ്യാഴാഴ്ചയുടെ പൂ തരും. ശനിയാഴ്ച ഇവിടെ ചൊവ്വയും വ്യാഴവും ശനിയാഴ്ചയാണ് പൂക്കാരത്തികൾ വന്നിരിക്കുന്നത്. പിന്നെ അല്ലെങ്കിൽ മാർക്കറ്റിൽ പോകണം. ഇത് നമ്മൾ സ്ഥിരമായിട്ട് മേടിക്കുന്ന ചേച്ചിയുടെയാണ് ചെമ്പരത്തിപ്പൂ എന്ന് പറയുമ്പോൾ നമ്മൾ വൈഷ്ണവ ദേവിക്കും പിന്നെ ജയ് ഹനുമാനൊക്കെ ചെമ്പരത്തി വെക്കും. പിന്നെ ചുവന്ന പൂ വിഘ്നേശ്വരന് വെക്കും. പിന്നെ വെളുപ്പത്ത, ദർഭ് പൂക്കൾ അങ്ങനെ കേട്ടോ. വിളക്കെത്തിക്കണം. മോൻ പൂജാ റൂമിൽ വന്നൊന്ന് നോക്കണം കേട്ടോ. ഇത് കണ്ടോ. അവന് എന്നെപ്പോലെ കേട്ടോ നല്ല കാര്യങ്ങൾ ഞാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. എപ്പോഴും പ്രണാം ചെയ്യലും, ദൈവത്തിന് പ്രാർത്ഥിക്കലും, മോഹം കഴുകലും, വൃത്തിയായിട്ടിരിക്കാനും. നമ്മൾ കൊച്ചു കുട്ടികളെയൊക്കെ വൃത്തിയായിട്ടിരിക്കാൻ ശീലിപ്പിക്കുമ്പോൾ അവർക്ക് വൃത്തിയായിട്ടിരിക്കാൻ തോന്നും. പ്രാർത്ഥിക്കാൻ ശീലിക്കുമ്പോൾ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞ പോലെ കേട്ടോ. റൂമിൽ ചുറ്റി വളഞ്ഞു വന്നു. അവിടെ നിൽക്കി പൊന്നോ.
വന്നേ ഇങ്ങോട്ട് വന്നേ പൊന്നാ. ഇപ്പോൾ ഇല്ല, പിന്നെ പിന്നെ ബാ ബാ, പിന്നെ പോവാം ബാ. മോളിൽ പോവാനാണ് ഈ കിടന്ന് പൊന്നാ. ആ ഇവിടെ വന്നേ. ആ പോവാം, നമുക്ക് പോവാം 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 പോവാം. നിൽക്ക്, ഇതിന് ചാർജ് ആവട്ടെ. മമ്മിയുടെ ഫോണിൽ ചാർജ് ഇല്ലടാ കള്ള. ചാർജ് ആവട്ടെ എന്നിട്ട് പോവാം കേട്ടാ. മോളിൽ പോടാ, അതിനാണ് കേട്ടോ. ധൃതി പിടിക്കുന്നത് എന്തിനാണ്? അവരൊക്കെ നനഞ്ഞു കിടക്കണം. എന്നാലും മഴ പെയ്തു പൊന്നാ. ഓ ഓ ചാടണം തുള്ളണം, അവന് മോളിൽ പോകണം, അതിനാണ്. ചെടി നനയേണ്ട മഴയൊന്നും പെയ്തില്ല, എന്നാലും ചാറ്റ മഴ പെയ്യുന്ന തണുപ്പ് കൂടാനാ ഫ്രണ്ട്സ്. പിന്നെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇലകൾ കൊഴിയുന്ന സമയമല്ലേ, അരിവേപ്പിലയുടെയൊക്കെ ഇല ഒരു അടിച്ച് പുറത്തേക്ക് ഇടുന്നത് കേട്ടോ. അവൻ വന്ന് അവിടെ നിൽപ്പുണ്ട്. അവന് ഒന്ന് മുകളിൽ വന്ന് എല്ലാവരെയും കാണാനായിട്ടോ ഈ ധൃതി പിടിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ചെറിയ ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് ഈ ചെറിയ ഒരു യൂട്യൂബർ വന്നതാണ് കേട്ടോ. നനഞ്ഞു കിടക്കണം മഴയത്ത്, ഇന്നലെ നനഞ്ഞു കിടക്കണം അവിടെ. അവിടെ നനഞ്ഞു കിടക്കണേട്ടാ കള്ള. അവിടെ നിന്ന് ചെന്ന് ചവിട്ടലേ, കാലയിലൊക്കെ അലർജി വരും. നനഞ്ഞ വെള്ളത്തിലൊക്കെ ചവിട്ടിയാൽ. തുളസി തന്നെ പൊടിച്ചു വന്നതാണ്, വലുതായി കേട്ടോ. ആ ഈ പതിവ് നോട്ടം അവൻ നിർത്തൂല കേട്ടോ. ഇവിടെ വന്ന ഇങ്ങനെ ഒന്ന് നോക്കിയിട്ടേ അവൻ അടങ്ങിയിരിക്കുള്ളൂ. ഇത് കണ്ടോ, എല്ലാം ഒന്ന് നോക്കും. എല്ലാ വീട്ടിലും ജനലും എല്ലാം തിരിഞ്ഞൊന്ന് നോക്കും. ഇതിവൻ്റെ പതിവ് നോട്ടം കേട്ടോ. ഓ ഓ ഓ ആ പൂപ്പനെ കണ്ടിട്ടാണ് കേട്ടോ ധൃതി. കണ്ടോ, ആ പൂപ്പനെ കണ്ടിട്ടാണ് ഓടി വന്നത്. ഒരു ടാറ്റ പറയുന്നത് കണ്ടോ. കണ്ടാ, ആ പൂപ്പനെ കണ്ടിട്ടാണ്. കണ്ടോ നീ ഓടി വന്നത് കണ്ടോ. ഇതിനൊക്കെയാണ് ഇവന് മോളിൽ കയറാൻ പറയുന്നത് കേട്ടോ. എല്ലാവരെയും കാണാനും എടുക്കാനും ഒക്കെ. ഇച്ചിരി വെയിൽ കൊള്ളാനും. നല്ല തണുപ്പായിട്ടാ പൊന്നു, നല്ല തണുപ്പ് വീണു. ശരിക്കും പറഞ്ഞാൽ നവംബറിലൊക്കെ തണുപ്പ് വീഴേണ്ടതാണ് കേട്ടോ. ഇപ്പോൾ ഈ ഫ്ലാറ്റുകളൊക്കെ വന്നപ്പോൾ ഇപ്പോൾ തണുപ്പ് കുറഞ്ഞു വന്നു. ഞങ്ങളൊക്കെ ഇവിടെ വരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ നവംബർ തൊട്ട് മരം കൊച്ചുന്ന തണുപ്പ്. കാലയിൽ സോക്സും കയ്യിൽ ഗ്ലൗസും പൈപ്പിൽ നിന്ന് വരുന്ന വെള്ളവും മഞ്ഞായിരിക്കും, ഐസായിരിക്കും കേട്ടോ. അങ്ങനെയൊക്കെയാണ്, ഭയങ്കര പാടാണ്. നല്ല രസമുള്ള ഓസം കാലാവസ്ഥയാണ് കേട്ടോ കൽക്കട്ടയിൽ. ഇല്ലാത്തപ്പോഴും ഈ 12 മാസത്തിൽ 8 മാസവും ചൂടാണ് ഇവിടെ. ഒരു മാസം മഴ പെയ്താൽ വെള്ളമൊന്നും ഇറയും. പക്ഷെ ഇപ്പോൾ തണുപ്പൊക്കെ കുറഞ്ഞപ്പോൾ ഡിസംബറിലാണ് തണുപ്പ് വീണ്. ജനുവരി ആകുമ്പോൾ നല്ല മരം കൊച്ചുന്ന തണുപ്പായിരിക്കും. അത് കഴിയുമ്പോൾ പിന്നെ ഫെബ്രുവരി വരെ ഒക്കെ നിൽക്കും. മാർച്ച് ഹോളി കഴിയുമ്പോൾ പിന്നെയും ചൂടൊന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റൊക്കെ നോക്കണ്ട. എൻ്റെ പൊന്നെ, ജൂൺ ജൂലൈയിലൊക്കെ വിയർത്ത് കുളിച്ചവർക്ക് ഒരു നൈറ്റി ഒരു അരമണിക്കൂർ ഇടാൻ പറ്റത്തില്ല. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്. ചെറിയ ചെറിയ ഇവനെ ഡെയിലി കാണാൻ ആഗ്രഹിക്കുന്ന കുറേ ഫ്രണ്ട്സും ഫാൻസൊക്കെ ഇല്ലേ. അപ്പം അതിന് വേണ്ടിയൊക്കെ ഞാൻ ഈ വീഡിയോ ഡെയിലി ഇടണ്ടേ, അതിനാണ് കേട്ടോ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇവിടെയാണ് വെയിൽ ഇവിടെയാണ്. അതിന് വെയിലത്ത് നിൽക്കാനാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളൊക്കെ നാട്ടിൽ ചിലവരുണ്ട് കേട്ടോ. ഞാൻ ഇവനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. പട്ടിച്ചിത്ര എന്ന് വിളിക്കാനും ചില ആൾക്കാരുണ്ട്. അതിലൊക്കെ എനിക്ക് ഭയങ്കര അഭിമാനവും കേട്ടോ. കാരണം എന്തെന്നറിയാമോ, ഇത് ഇങ്ങനെ ഒരു പെറ്റിനെ നമ്മൾ നോക്കണമെങ്കിൽ നല്ലൊരു മനസ്സ് വേണം, അതിനുള്ള കഴിവ് വേണം. നമ്മുടെ ഭക്ഷണം പോലും വിട്ട് അവൻ്റെ നിത്യകൃഷ്ടകളൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ ഫോണിൽ കൂടെ ആയിരുന്നാലും പട്ടിച്ചിത്ര എന്നൊക്കെ പറയാൻ കുറേ ആൾക്കാരുണ്ട് കേട്ടോ. ഈ പട്ടിച്ചിത്ര എന്നൊക്കെ പറയുന്നവരോട് എനിക്ക് ഭയങ്കര ബഹുമാനവും സന്മാനവും ഒക്കെ ഉണ്ട്. കാരണം എന്തെന്നറിയാമോ, എനിക്കതിൽ ഭയങ്കര റെസ്പെക്റ്റാണ് കേട്ടോ. ഭയങ്കര സന്തോഷം അങ്ങനെ വിളിക്കുന്നതിൽ. യാതൊരു കുഴപ്പമില്ല. ഞാൻ നല്ല പ്രൗഡാണ് അതിൽ. കാരണം എന്തെന്ന് പറഞ്ഞാൽ ഒരു പെറ്റിനെ ഇങ്ങനെ നോക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞു കുട്ടികളെ പോലെ നോക്കണം. നമ്മൾ നമ്മുടെ മക്കളെ ഇങ്ങനെ വളർത്തിയോ അതുപോലെ നോക്കണം. അതിനേക്കാൾ കഷ്ടമായിട്ടാണ്. കാരണം അവർക്ക് വേറെ ഒന്നിനും പറ്റൂലല്ലോ. പിന്നെ അങ്ങനെ വിളിക്കുന്ന കുറേ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. യൂട്യൂബിൽ കൂടെയല്ല, അല്ലാതെ. സാരമില്ല, അതിലൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. അങ്ങനെ വിളിക്കുന്നതിലൊക്കെ ഭയങ്കര അഭിമാനം എനിക്ക്. അപ്പോൾ ഞാൻ എൻ്റെ പെറ്റിനെ അങ്ങനെ വിളിക്കാറില്ല. എന്നെ പേര് പറഞ്ഞേ ഞാൻ വിളിക്കാറുള്ളൂ കേട്ടോ. എനിക്ക് അവനെ അങ്ങനെ വിളിക്കുന്നതിൽ ഒട്ടും ഇഷ്ടമില്ലാത്തതാണ്. പക്ഷേ എന്നെ വിളിച്ചോളൂ. യൂട്യൂബിൽ കൂടെയൊന്നും അല്ല കേട്ടോ. ഇത് നമ്മളെ പേഴ്സണലായിട്ടൊക്കെ കുറേ ആൾക്കാർ വിളിക്കാറുണ്ട്. എനിക്ക് കുഴപ്പമില്ല. എനിക്ക് കഥയും പറയാറുണ്ട്, കുഴപ്പമില്ല. ഭയങ്കര സന്തോഷം എനിക്കതിൽ.
എനിക്ക് ഒരുപാട് പ്രൗഡുണ്ട്. ഓ പിന്നെ വരാം, വെയിൽ ഒതുക്കട്ടെ നേരാമണ്ണ, എന്നിട്ട് വരാം. പൊക്കോ ഡാഡ പോകുമ്പോൾ ഞാൻ ഡാഡിയും ചേട്ടയൊക്കെ പോ ഇറങ്ങ്. പണിയുണ്ട് മമ്മിക്ക്, വിളക്കൊക്കെ കത്തിക്കണ്ടേ. ഇതേ തുളസിയൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഇരിക്കുന്നത്. പൊക്കോ, നമുക്ക് പ്രാർത്ഥിച്ചിട്ടൊക്കെ വരാം. കുണുങ്ങി പോകുന്ന കണ്ടില്ലേ, കുണുങ്ങി കുണ്ടിയിട്ട് ആട്ടിയൊക്കെ പോകുന്ന കണ്ടില്ലേ. പൊക്ക സ്റ്റെപ്പിലൊക്കെ 100 സാധനം കുണുങ്ങി പോകുന്ന കണ്ടില്ലേ. പൊക്കോ പോടാ, അച്ഛയെ കൊണ്ടാക്കണം. ചേട്ടൻ താമസിച്ചേ പോളൂ, ചേട്ടന് കല്യാണമാണ് ഇന്ന്. അച്ഛയെ കൊണ്ടാക്കണോ? ഓ അച്ഛന് വഴി അറിഞ്ഞൂടെ പൊന്നോ? ഗേറ്റിൻ്റെ അവിടെയൊക്കെ അറിഞ്ഞൂടെ പൊന്നു, കൊണ്ടൊന്ന് ആക്കണം. അയ്യോ വലിയ ആളാണ്, കൊണ്ടാക്കണം. എല്ലാവരും വന്നു കഴിഞ്ഞാൽ എല്ലാവരും പോയി തുറക്കുന്നതിന് മുമ്പ് അവനവിടെ എത്തണം. എന്തോ ഇങ്ങനെ ഉരക്കുന്നത്? മോന് ഫുഡ് തരണം. ഇതൊക്കെ പണിയാ പൊന്നു. വിളക്കത്തിച്ചിട്ടൊക്കെ വേണം മോന് ഫുഡ് തരാൻ. രാവിലെ ഒരുപാട് ബിസ്ക്കറ്റ് കഴിച്ചു കൊച്ച്. ആണോ? ബിസ്ക്കറ്റ് കഴിച്ചാ ഒരു ഉമ്മ തന്നെടി മമ്മിക്ക്, ഒരു ഉമ്മ തന്നെടി, മമ്മിക്ക് ഒരു ഉമ്മ തന്നെടി. മമ്മിയെ ചിലവരൊക്കെ വിളിക്കുന്നത് പട്ടിച്ചിത്ര എന്നാണ് കേട്ടോ. കുഴപ്പമില്ല. ഇപ്പോൾ പൂച്ച മേടിക്കുമ്പോൾ പൂച്ച ചിത്ര എന്ന് വിളിക്കും അല്ലേ. എന്താ നടക്കണ പൊന്നോ, ലോകത്ത് എന്താ നടക്കുന്നത്? സിറിയയിൽ എന്താ നടക്കുന്നത്? റഷ്യയിൽ എന്താണ് നടക്കുന്നത്? നടന്നു നോക്കുന്നു. ഷൂ ഇട്ട കാല് വേദന. ഷൂ ഇട്ടിട്ട് നടന്നു നോക്കണം. കോട്ടൊക്കെ ഇട്, നല്ല തണുപ്പുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ദീപക്ക് വരുമ്പോൾ 12 മണിയാവില്ലേ. എനിക്ക് രാവിലെ വിളക്ക് കത്തിക്കണം. അപ്പോൾ നമ്മളൊന്ന് അടിച്ച് വാരിയിട്ടാണ് വിളക്ക് കത്തിക്കുന്നത് കേട്ടോ. തുടക്കൽ ദീപക്ക് വരുമ്പോഴേ തുടക്കുള്ളൂ. അപ്പോൾ ഒന്ന് അടിച്ച് വാരണം. പൂജാ റൂം എപ്പോഴും ചൂലിട്ടടിക്കൂല കേട്ടോ. ഞങ്ങൾ പൂജാ റൂം തുടക്കാൻ ഒരു തുണിയുണ്ട്. എന്നിട്ട് തുണി ഇട്ടേ നമ്മൾ അടിക്കില്ല. പൂജാ റൂമിൽ ഒരു തുണി പ്രത്യേകം വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നമ്മൾ തുടക്കത്തുള്ളൂ കേട്ടോ. പൂജാ റൂം ചൂല് കൊണ്ട് അടിക്കുന്ന പരിപാടിയൊന്നുമില്ല നമുക്ക്. അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് അടിച്ച് വാരിയിട്ട് കുളിക്കാൻ പോകുന്നു. ഹസ്ബൻഡ് ഇറങ്ങാൻ പോകുന്നു. അത് കഴിഞ്ഞിട്ട് ഇഡലിയും സാമ്പാറൊക്കെ ഉണ്ടാക്കി മോന് കൊടുത്തു, എല്ലാവർക്കും കൊടുത്തു. ഓരോരുത്തരോട് ഓരോ പണി ചെയ്തിരുന്നാലേ. മോന് ബിസ്ക്കറ്റ് കൊടുത്തു. അടിച്ച് വാരിയിട്ടും ഇവൻ്റെ കുറച്ച് മുടികളെ ഉണ്ടാവുള്ളേ. എല്ലാ റൂമും അടിച്ച് വാരിയിട്ട് ഞാൻ കുളിച്ച് വിളക്ക് കത്തിക്കും. അവൻ വന്ന് ഒന്നും കൂടെ അടിച്ച് 12 മണിക്ക് തുടക്കും ഇന്നത്തെ പണി. അത് കഴിഞ്ഞിട്ട് വേണം മോന് ഫുഡ് കൊടുക്കാൻ, മോൻ്റെ ഡ്രസ്സുകളൊക്കെ മാറ്റാൻ. ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ. എല്ലാവരും ഒന്ന് സഹകരിക്കുക. രാവിലത്തെ അടിച്ച് വാരൽ കഴിഞ്ഞു. അടിച്ചൊക്കെ വാരാതെ നമുക്ക് വിളക്ക് കത്തിക്കാൻ പറ്റില്ല, പുറമൊന്നും കഴുകാതെ കേട്ടോ. പുറമൊക്കെ ഇച്ചിരി വെള്ളം ഒഴിച്ച് കഴുകി. അപ്പോൾ അടിച്ച് വരുമ്പോൾ ഇവൻ്റെ കുറച്ച് ഒരു അല്പം മുടിയെ കിട്ടുകയുള്ളൂ കേട്ടോ. ഇനി അവൻ വന്ന് 12 മണിക്ക് ഒന്നും കൂടെ അടിച്ച് വാരി തുടച്ച് വാ. ഡാഡിയെ കൊണ്ടാക്കിയിട്ട് വാ കേട്ടാ. ശരി, ഡാഡിയെ കൊണ്ടാക്കിയിട്ട് വന്നോ. അമ്മ അപ്പോഴത്തേക്കും പാത്രങ്ങളൊക്കെ കഴുകട്ടെ. എന്നിട്ട് നമുക്ക് കുളിച്ച് വിളക്കത്തിക്കാം. ഓടി വാ. എവിടെ? കുളിച്ച് വിളക്കത്തിക്കണം. ഓടി വാ. മമ്മി അപ്പോൾ 2-3 പാത്രങ്ങളുണ്ട്. രാവിലെ വന്ന് ദീപക്ക് കഴുകിയിരുന്നാലും ദീപക്ക് വരുന്നവരും ഇത് വച്ചക്കാൻ പറ്റുമോ? അതപ്പം കൊടുക്കും പാത്രം. അപ്പോൾ ഉള്ള പാത്രം അപ്പം ദീപക്ക് കഴുകിയിട്ട്. അപ്പോൾ ഓടി വാ. ഞങ്ങൾക്ക് കുളിച്ച് വിളക്കത്തിക്കണ്ടേ. ഓടി വാ. അപ്പോൾ ഫ്രണ്ട്സ്, രാവിലത്തെ പാത്രം, രാവിലെ എന്ന് പറയുമ്പോൾ ചായ ഇടുന്നത് കുറച്ചൊക്കെ ഉള്ളൂ. അത് അവൻ കഴുകിയിട്ട് പോയി കേട്ടോ. ഇനി 12 മണിക്ക് വന്ന് കറിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു കുറച്ച് പാത്രം, ബാക്കിയെല്ലാം ഞാൻ കഴുകും കേട്ടോ. അപ്പോൾ ഞാനിത് കഴുകാൻ പോകുന്നു. വെളിയുടെ പാത്രം കേട്ടോ. അപ്പോൾ ഇതൊക്കെ അവരുടെ കയ്യിൽ കൊടുത്തയച്ചാലേ അവർക്കൊന്നും ഇതിനെപ്പറ്റി അറിയില്ല കേട്ടോ. അവരുടെ കയ്യിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ, ദീപക്കിൻ്റെ കയ്യിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതേ ഈ പിടിയൊക്കെ കളയും കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ നാട്ടിൽ ഞാൻ മേടിച്ചുകൊണ്ട് വന്നാൽ ഇതുപോലെ 2-3 പാത്രമുണ്ട്, അലുമിനിയത്തിൻ്റെയും സ്റ്റീലിൻ്റെ. അപ്പോൾ ഈ പിടിയൊക്കെ കളയുന്നുള്ളതുകൊണ്ട് അവർ കഴുകി കഴിഞ്ഞാൽ ഇളകിപ്പോവും. അപ്പോൾ അതുകൊണ്ട് കുറേ പാത്രങ്ങളൊക്കെ ഞാൻ തന്നെ കഴുകും. ഇപ്പോൾ ഇത്രയും പാത്രങ്ങളുണ്ട്, മാവിൻ്റെയും ഇഡലി പാത്രവും ഇഡലി തട്ടുമൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ട് കുളിച്ച് വിളക്കത്തിക്കാം. പിന്നെ മോൻ ഓടി വരും. കൊണ്ടാക്കിയ അച്ഛനെ അവിടെ ഇരുന്നോ.
മമ്മി പാത്രം കഴിയട്ടെ. ഇപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ അവരുടെ കയ്യിൽ കൊടുക്കൂല എന്ന് പറഞ്ഞാൽ വേറൊന്നും കൊണ്ടല്ല കേട്ടോ. അവർക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിഞ്ഞൂടാ. അവർ പല വീട്ടിൽ പണിയെടുത്തിട്ട് ഓടി വന്ന് സ്പീഡിൽ ചെയ്യുന്നതാണേ, നോക്കൂല. അപ്പോൾ ഇതൊക്കെ ഇളകിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് പാടാണ്. ഇപ്പം മലയാളി കടയിൽ കിട്ടുന്നുണ്ട്, അത് കുക്കറിൻ്റെ അകത്ത് വെക്കുന്ന കേട്ടോ. ഇപ്പോൾ ഇതുപോലത്തെ ഇഡ്ഡലി പാത്രം കിട്ടാറില്ല. അതുകൊണ്ട് നൂൽപുട്ടിൻ്റെ മെഷീൻ, നൂൽപുട്ടിൻ്റെ പാത്രങ്ങൾ, അതുപോലെ നൂൽപുട്ടുണ്ടാക്കുന്ന നമ്മുടെ അച്ചില്ലേ അത്, പിന്നെ നമ്മുടെ പൂട്ടുകുടത്തിൻ്റെ ചിപ്പിൽ, ഇതൊന്നും ഞാൻ കൊടുക്കാറില്ല കേട്ടോ. ചിപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ പാടാണ്. അപ്പോൾ പൂട്ടുകുടം ഇങ്ങനെ നമ്മുടെ നാട്ടിലെ പാത്രങ്ങളൊന്നും ഞാൻ അവരുടെ കയ്യിൽ കൊടുക്കൂല. കാരണം ഞാൻ തന്നെ കഴിയുമല്ലോ നോക്കി കണ്ടൊക്കെ കേട്ടോ. അതാണ്, വേറെ ഒന്നല്ല. അവർ ഈ സ്പീഡിൽ ചെയ്യുന്നതല്ലേ, അവർക്ക് 7-8 വീട്ടിൽ പണികളുള്ള ആൾക്കാരല്ലേ. അപ്പോൾ അവർ ഈ സ്പീഡിൽ ചെയ്യുമ്പോഴേ നോക്കാതെയൊക്കെ പോകും. നമ്മളെന്ന് പറഞ്ഞാൽ അതിൻ്റേതായ രീതിയിൽ ചെയ്ത് ഇതൊക്കെ പൊട്ടിപ്പോയാൽ പിന്നെ പാടാണ്. അതാണ് കേട്ടോ, ഒടിഞ്ഞും പിടിഞ്ഞൊക്കെ പോയാൽ. വേറെ ഒന്നുമല്ല കേട്ടോ. അല്ല, നീറ്റ് ആൻഡ് ക്ലീനായിട്ടൊക്കെ ചെയ്യും അവരുടെ ഈ സ്പീഡ് കാരണേ. ഫ്രണ്ട്സ്, അവരെ ഈ പൂട്ടുകുടവും ഒക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇങ്ങനത്തെ ഒരു സാധനം നമ്മൾ കേരളത്തിൽ ഉണ്ടാക്കണമെന്ന് വന്നപ്പോൾ എൻ്റെ വീട്ടിൽ വന്നിട്ട് കാണുന്നത്. ബംഗാളികൾ അധികം ഇഡ്ഡലി പാത്രങ്ങൾ ഉപയോഗിക്കാറില്ല കേട്ടോ. മാർവാഡീസാണ് കൂടുതൽ ഇഡ്ഡലി പാത്രങ്ങൾ ഉപയോഗിക്കുന്നത്. അവരാണ് ഓരോ കാര്യങ്ങൾ, ഇപ്പോൾ സൂചിയുടെയൊക്കെ ഇതൊക്കെ ഉണ്ടാക്കാൻ അവരാണ്. ബംഗാളീസ് അങ്ങനെ കൂടുതൽ ഇഡ്ഡലി പാത്രം ഉപയോഗിച്ച് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. മാർവാഡീസും ഗുജറാത്തികളുമാണ്. അപ്പോൾ അതിനുവേണ്ടി അവർക്ക് കുക്കറിൽ വെക്കുന്ന പല ഇഡ്ഡലി പാത്രങ്ങൾ ഞാൻ കുറേ മാർവാടികളുടെയും മോളുടെ കൂട്ടുകാരുടെ അടുത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ നമ്മുടെ ഇടിയപ്പം ഉണ്ടാക്കുന്ന, നൂൽപുട്ടുണ്ടാക്കുന്ന അച്ച്, ഇതൊക്കെ അവരാദ്യമായിട്ട് കാണുന്നതാണ്. അപ്പോൾ അവരുടെ കയ്യിൽ ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാ. അപ്പോൾ നമുക്ക് അതുകൊണ്ട് ഫ്രൈ പാൻ ഇത് അതൊക്കെ ഞാൻ തന്നെ ഒരു കഴുകി വെക്കും. ആരുടെയിലും കൊടുക്കാറില്ല കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ ഇവർ പെട്ടെന്ന് പണി ചെയ്യുന്നിട്ട് വേറെ വീട്ടിൽ പണിയുള്ളവരല്ലേ. അവർ അതിൻ്റെ മോളൊക്കെ പൊട്ടിപ്പോയി. നമുക്ക് പിന്നെ നാട്ടിൽ നിന്ന് ഒരു ഫ്ലൈറ്റിൽ കൊണ്ടുവരാനും പറ്റൂല. ഒക്കെ നാട്ടിൽ നിന്ന് അന്ന് ആരെങ്കിലും ട്രെയിനിൽ വരുമ്പോഴാണ് ഇപ്പം അറിഞ്ഞ് കൊണ്ടുവരുന്നത്. അതൊക്കെയാണ്, അല്ലാതെ വേറെ ഒന്നും അല്ല കേട്ടോ. അത് അവരൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ട് ജോലി ചെയ്യുന്നവരും ഒക്കെയാണ്. സ്പീഡ് കാരണം പാത്രങ്ങൾ ചിലപ്പോൾ അമർത്തിയൊക്കെ ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇതൊക്കെ പോയി കഴിഞ്ഞാൽ, പിടിയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് കേൾക്കാറാണ്. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അതാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ട് കുളിക്കണം. കുളിച്ചിട്ട് ഇനി ഉച്ചക്ക് ഒരു അടുക്കള തുടക്കലൊക്കെ ഉണ്ട്. അതൊക്കെയാണ്. പൂജാപാത്രങ്ങളൊക്കെ കഴുകിക്കൊണ്ടുവന്ന് വെച്ചു കേട്ടോ. പൂജാപാത്രങ്ങളൊക്കെ കഴുകണമെങ്കിൽ തന്നെ ഒരുപാട് നേരമുണ്ട്. ഞാൻ ആ വീഡിയോ ഒന്ന് കാണിക്കണമെന്നേ ഉള്ളൂ കേട്ടോ. പെട്ടെന്ന് പൂജയുടെ അവിടെയൊക്കെ തുടച്ചു, പൂക്കളൊക്കെ എടുത്തു, പഴയ പൂക്കളൊക്കെ എടുത്തു തുടച്ചു. ഇത് പുരി ജഗന്നാഥിൻ്റെ അവിടെ കൃഷ്ണൻ്റെ ഇതാണ് കേട്ടോ, പൂജിച്ച് തന്നാണ്. അതാണ് ഇവിടെ വച്ചിരിക്കുന്നത്. അങ്ങനെ എല്ലാം ഇവിടെയൊക്കെ തുടച്ചു, പൂജാ റൂമൊക്കെ തുടച്ചു പോയി. പൂജാപാത്രങ്ങളൊക്കെ ഇനി പുതിയ പൂക്കൾ വെക്കണം. ഇത് ലക്ഷ്മിയുടെ അവിടെ ഞാൻ എപ്പോഴും ചട്ടിയിൽ പച്ചക്കർപ്പൂരം ഇവിടെ വച്ചേക്കും കേട്ടോ. ഇത് തീരുമ്പോൾ പിന്നെയും വെക്കും, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇത് കുബേരനാണ്, ഇതൊക്കെ കുബേരനാണ്. ഇത് അഷ്ടലക്ഷ്മിയാണ്, ശ്രീബുദ്ധ ഭഗവാനാണ്, ഗണേശ് ലക്ഷ്മിയാണ്. ഇവിടെയും ഉണ്ട് വിഘ്നേശ്വരൻ ഗണേശും അന്നപൂർണേശ്വരിയാണ്. ഇത് പുരി ജഗന്നാഥാണ് കേട്ടോ. അപ്പോൾ പൂക്കളൊക്കെ വെച്ചിട്ട് ഇനി കാണിച്ചു തരാം. ശംഖ് വരെ കഴുകി ഡെയിലി നല്ല പണിയാണ് കേട്ടോ. പൂജയുടെ പണി ഭയങ്കര വലിയ പണി. അങ്ങനെ 1.5 മണിക്കൂർ പിടിക്കും. മോൻ പൂജാ റൂമിൻ്റെ വാതിക്കൽ തന്നെ കിടക്കുന്ന കേട്ടോ. ഇപ്പോൾ ഭഗവാന് പനീരൊക്കെ തളിച്ച്, ഗംഗാവെള്ളമൊക്കെ തളിച്ചിട്ടാണ് വിളക്ക് എത്തിക്കുന്നത് കേട്ടോ. എല്ലാം ഞാനും കുളിച്ചിരുന്നാലും പനീരൊക്കെ എൻ്റെ തലവഴി തളിച്ചിട്ടാണ് കേട്ടോ. മോൻ കിടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അവൻ വിളക്കൊക്കെ കത്തിച്ച് ആർത്തി ചെയ്യാൻ നേരത്തെ എണീറ്റ് വരും, പ്രണാം ചെയ്യും. അപ്പോൾ എൻ്റെ വീട്ടിൽ ശിവനുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ശിവന് ഗംഗാവെള്ളം ഒഴിച്ചു കാണിച്ചു തരാം കേട്ടോ. ഗംഗാവെള്ളം ഇങ്ങനെ തലവഴി ഒഴിക്കും കേട്ടോ. തലവഴി ഒഴിച്ചിട്ട് ഗംഗാവെള്ളം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് അരമണിക്കൂർ പോയാൽ ഇവിടുന്ന് ഒഴുകുന്ന നദിയൊക്കെ ഗംഗാ നദിയുടെ വെള്ളം തന്നെയാണ് കേട്ടോ. അപ്പോൾ അരമണിക്കൂർ പോയാൽ ഹുഗ്ലി നദി, ദക്ഷിണേശ്വര ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഞങ്ങൾ ഓരോ ക്യാൻ എടുത്തുകൊണ്ട് വരും വെള്ളം. ഇട്ടതേ നമ്മൾ നീൽകണ്ഠ ഫൂൾ വെച്ചു. അപ്പോൾ നീൽകണ്ഠ ഫൂൾ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ശനി ഭഗവാൻ്റെ ഇതിനാണ് നമ്മളിത് വെക്കുന്നത്. ഇട്ടതേ വെളുപ്പത്ത് വെച്ചു. അപ്പോൾ ഞാനിത് വർഷങ്ങളായിട്ട്
30 കൊല്ലമായിട്ട് തന്നെ ഇവിടെ വന്ന അന്നോട്ട് തന്നെ ഞങ്ങൾ ഇതുപോലെ ഗംഗാവെള്ളം ഒഴിച്ച് ഇതിപ്പോൾ ശിവൻ്റെ വിഗ്രഹം ആദ്യം ഒന്ന് ചീത്തയായപ്പോൾ ഞങ്ങളത് കുഴിച്ചിട്ടിട്ട് വേറെ പുതിയത് മേടിച്ച് വെച്ചതാണ്. ഇപ്പോൾ അല്ല, ഇത് വർഷമായി. അപ്പോൾ ഇതിപ്പോൾ ഒരു 10-15 വർഷമായ ശിവൻ്റെ കല്ലാണ്. അപ്പോൾ ഇത് കൂവളത്തല വച്ചു. അപ്പോൾ എല്ലായിടത്തും ഞാൻ ഇത് കൂവളത്തലയൊക്കെ വെച്ച് പൂവൊക്കെ വെച്ചു. അപ്പോൾ 1 മണിക്കൂർ പിടിക്കും കേട്ടോ ഇതൊക്കെ എല്ലാം ചെയ്ത് വിളക്കെത്തിച്ച് വരാൻ. നമ്മുടെ വിഘ്നേശ്വരന് ദർഭ് എപ്പോഴും വെക്കാറുണ്ട് കേട്ടോ. കയ്യിൽ വെച്ച് കൊടുക്കും. ചുവന്ന പൂവും പിന്നെ ബേൽപ്പത്തയും കേട്ടോ. വിഘ്നേശ്വരന് എപ്പോഴും തുളസി ഇല ആരും വെച്ച് പൂജിക്കാറില്ലെന്നാണ് എൻ്റെ അമ്മൂമ്മയൊക്കെ പറഞ്ഞു കേട്ടത്. അപ്പം ഞാൻ ആ ഒരു രീതിയിലാണ്. ഇപ്പോഴത്തെ ഈ ബേൽപ്പത്ത എന്ന് പറഞ്ഞാൽ തണുപ്പ് കാരണം ഒന്ന് ഇല കൊഴിയുന്ന സമയമല്ലേ, അപ്പോൾ ഇച്ചിരി ഫ്രഷായിട്ട് കിട്ടാൻ വളരെ പ്രയാസമാണ്. ഞങ്ങളവിടുത്തെ ഇച്ചിരി ഇതായിപ്പോയി, അത് വളർന്നു വരും കേട്ടോ. നമ്മുടെ ഇവിടെ ഉള്ളെങ്കിൽ നല്ല ഇത് ഞാൻ മതിൽ കയറി എടുക്കുമായിരുന്നു. അപ്പോൾ നമ്മുടെ അത് ഇച്ചിരി ഉണങ്ങിപ്പോയി. അപ്പോൾ ഡെയിലി ഞാൻ ദർഭ് വെക്കും. ദർഭ് മേടിക്കുമ്പം നാളത്തേക്കുള്ളതും കൂടെ മേടിച്ച് വെക്കും കേട്ടോ. എന്നിട്ട് വെള്ളം ഒഴിച്ച് കുടഞ്ഞ് വെക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇത് വേണ്ടോ. അപ്പോൾ കിണ്ടിയിലും വെള്ളം വെച്ചിട്ടുണ്ട്. തിരിയൊക്കെ ഇട്ട് വിളക്കെത്തിച്ച് ഇനി കുറച്ച് പൂവും കൂടെ വെക്കാനുണ്ട്. ഇത് ദേവിമായുടെ പാവാണ് കേട്ടോ, പാദമാണ്. ഇത് പുരിന്ന് നമുക്ക് പൂജിച്ചൊക്കെ തരുന്നതാണ്. ഇത് വീട്ടിൽ വെച്ച് വിളക്ക് എത്തിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഞാനിവിടെ നിന്ന് കുറച്ച് തുളസി ഇലയും ഒക്കെ വെക്കും. പാദമാണ് ഇത് കണ്ടോ, ദേവിമായുടെ പാദവും ഈ വളയൊക്കെ അവിടെ നിന്ന് തന്നെ പൂജിച്ച് തരും. അത് നല്ലതാണ് കേട്ടോ. വിളക്ക് വെക്കുന്നത് ഇവിടെ കൊണ്ടുവന്ന് തിരി കത്തിക്കുന്നത് നല്ലതാണ്. ഇത് ബജരംഗ് ബലി. അപ്പോൾ ബജരംഗ് ബലിക്ക് നമ്മൾ ചുവന്ന പൂവും നാരങ്ങ തുളസി മാലയൊക്കെ അല്ലേ ഇടുന്നത്. നമ്മുടെ കൃഷ്ണന് ഭാസൂർ, ഓടക്കുഴൽ, മയിൽപ്പീലി. അപ്പോൾ മയിൽപ്പീലി എല്ലാ കൃഷ്ണ ജന്മാഷ്ടമിയുടെ അന്ന് ഞാൻ മാറ്റി കൊടുക്കും കേട്ടോ വർഷങ്ങളായിട്ട്. പിന്നെ മഞ്ഞപ്പട്ട്, ഇത് നമ്മൾ പുരിയിൽ പൂജിച്ച് തന്നാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ എല്ലാവർക്കും ബേൽപ്പത്തയൊക്കെ ഞാൻ വെക്കും കേട്ടോ. ബേൽപ്പത്ത എന്ന് പറഞ്ഞാൽ കൂവളത്തല വെച്ച ഞാൻ ഡെയിലി വിളക്കത്തിക്കുന്നത്. ഇതിന് മുമ്പുള്ള വീഡിയോസും ഞാൻ അങ്ങനെ വീഡിയോസിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇത് ശ്രീ ഭഗവത്ഗീതയാണ്, ഹിന്ദിയുടെയാണ്, വായിക്കാറുണ്ട് കേട്ടോ. രാമായണം ഇനി മേടിച്ച് വെക്കണം. അപ്പം അതും ഞാനൊരു പൂവിട്ട് എപ്പോഴും വെക്കാറുണ്ട്. ഇതൊക്കെ തന്നെയാണ് പണി കേട്ടോ. പണി എനിക്ക് എന്ന് പറഞ്ഞാൽ ഈ പൂജ തന്നെ ഒരു 1.5 മണിക്കൂർ പിടിക്കും. ഇതൊക്കെ പഴയ പൂക്കൾ എടുക്കുക, പുതിയ പൂക്കൾ വെക്കുക, തുടയ്ക്കുക, അങ്ങനെയൊക്കെ. പിന്നെ സ്തോത്രമൊക്കെ ചൊല്ലി വരുമ്പോഴത്തേക്കും ഒരുപാട് നേരം പിടിക്കും. മോനിങ്ങനെ കിടക്കണം, അവനറിയാം കേട്ടോ. പൂജ റൂമിൻ്റെ നടയിൽ കിടക്കണം, അവനറിയാം. പൂവൊക്കെ വെച്ച് വരുമ്പോൾ 1 മണിക്കൂറാവും. എന്നിട്ട് മമ്മി വിളക്ക് കത്തിക്കുള്ളൂ, അപ്പോഴേ എണീക്കുള്ളൂ അവൻ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഈ വിളക്ക് കത്തിക്കാൻ പോകുന്നു. അപ്പോൾ ഞാൻ ഡെയിലി കത്തിക്കാൻ വേണ്ടി ഈ ചെറിയതാണ് എടുക്കണം കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയിടും. നമുക്ക് വലിയ വിളക്കൊക്കെ ഉണ്ട്, 5 തിരിയിടും. നമ്മുടെ നാട്ടിലെ വിളക്കൊക്കെ അതൊക്കെ ഒരു ഫെസ്റ്റിവലൊക്കെ ആകുമ്പോൾ എന്തെങ്കിലും ഇത് വിഷുവിൻ്റെ അന്ന്, ഓണത്തിൻ്റെ അന്നൊക്കെ എടുക്കും. 1-ാം തീയതിയൊക്കെ എടുക്കും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇച്ചിരി അരി ഇടും. അതുകൂടാതെ ഞാൻ പച്ച കർപ്പൂരം ഇട്ട് എണ്ണ നെയ്യൊക്കെ ഒഴിച്ചാണ് ഞാൻ ചെയ്യുന്നത്. ഇച്ചിരി പച്ച കർപ്പൂരം ഇട്ടാണ് ഡെയിലി വിളക്ക് കത്തിക്കുന്നത് കേട്ടോ. ഇവിടെ ഞാൻ അഷ്ടലക്ഷ്മിയുടെ അവിടെ ഞാൻ അരിയും അതിൻ്റെ മുകളിൽ ഭഗവാൻ എന്ത് സാധനം വെക്കണോ, പണ്ടത്തുള്ളവരൊക്കെ പറഞ്ഞുള്ള അറിവാണ് കേട്ടോ. എൻ്റെ അമ്മൂമ്മയൊക്കെ ഒരു തുളസി ഇല ഇടണമെന്നാണ് കേട്ടോ. അതിൻ്റെ മുകളിലിട്ട് ഞാൻ ഡെയിലി വെക്കാറുണ്ട്. ഇവിടെ പച്ച കർപ്പൂരം ഞാൻ വെക്കാറുണ്ട് എപ്പോഴും ഒരു ചട്ടിയിൽ. ഇത് ഞാൻ വച്ചേക്കുന്നത് നമ്മുടെ ചെറിയ ചന്ദനത്തിരി വെക്കാനാണ് ഇത് കേട്ടോ. ഇത് നമ്മൾ ഈ ചന്ദനത്തിരി വെക്കാൻ ഇതേ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇത് വച്ചേക്കുന്നത്. അപ്പോൾ വിളക്കൊക്കെ കത്തിച്ചിട്ട് കാണാം. ഇത് ഞാൻ കാണിച്ചു തന്ന ഇതൊക്കെ തന്നെയാണ് നമ്മുടെയൊക്കെ പണി കേട്ടോ. പൂജാ റൂമിലൊക്കെ കയറിയാൽ 1 മണിക്കൂറാണ് പിടിക്കുന്നത്. എനിക്ക് അവിടെ ഇരിക്കുക, ആർത്തി തൊടട്ടെ. പക്ഷെ ആർത്തി തൊഴാൻ വന്നു കേട്ടോ ഫ്രണ്ട്സ്. ഇത് കണ്ടോ, ആർത്തി തൊഴട്ടെ. ഇപ്പം അയ്യോ തമ്പായി രക്ഷിക്കണേ. അത് ശംഖൂതുമ്പോൾ അവനെ അറിയാം കേട്ടോ. അപ്പോഴത്തേക്കും വരും. നിൽക്ക് ഇപ്പം കിടക്കല്ലേ, ഇപ്പം പ്രണാം ചെയ്യല് പൊന്നാ, ഇവിടെ തീയാണ്. തമ്പായി രക്ഷിക്കണേ, തമ്പായി രക്ഷിക്കണേ. അപ്പോൾ നമ്മുടെ പൂജയൊക്കെ കഴിഞ്ഞു. തമ്പായി രക്ഷിക്കണേ, രക്ഷിക്കണേ, ബാ. പൂജ കഴിഞ്ഞു, ബാ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്. പൂജയൊക്കെ കഴിഞ്ഞു. ഇനി എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, മോന് കൊടുക്കണം, ഡ്രസ്സൊക്കെ മാറ്റണം. ഒക്കെ കഴിഞ്ഞ് അവൻ്റെ ഭക്ഷണമൊക്കെ കൊടുത്തു. ബാ, ഇവിടെ ഇരിക്ക് വന്നേ. അപ്പോൾ ഫ്രണ്ട്സ്, അവന് ഊണൊക്കെ കൊടുത്തു, ചോറൊക്കെ കൊടുത്തു. എല്ലാം കഴിഞ്ഞ് ദേ വന്നു. ക്രീമൊക്കെ പുരട്ടി പൗഡറൊക്കെ ഇട്ട് ഇരിക്കുന്ന കേട്ടോ.
ഇനി ഒന്ന് മോളിൽ കൊണ്ടുപോകണം. അതിനാണ് ഇരിക്കുന്നത്. അപ്പോൾ അവൻ്റെ ഡ്രസ്സൊക്കെ കഴുകിയതൊക്കെ ഉണ്ട്. എന്നും ഓരോ ഡ്രസ്സ്. അപ്പോൾ ഇന്നലെ ഞാൻ കൊടുക്കുന്നതും എടുക്കുന്ന വീഡിയോ എടുത്തത് കൊണ്ടാണ് ഇന്ന് ഒന്ന് ഫോൺ ചരിഞ്ഞു പോയി കേട്ടോ. എടുക്കുന്നത് കൊണ്ടിട്ടാണ് ഞാൻ ഇന്ന് അതെടുക്കാത്തത് കേട്ടോ. അല്ലാത്ത എൻ്റെ ദിനചര്യകളും എൻ്റെ ജോലി എങ്ങനെ പോകുന്നു എന്നുള്ളതൊക്കെ ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്, മോൻ്റെയും എൻ്റെയൊക്കെ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഇന്നത്തെ ഒരു ടിപ്സ് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഇവിടെയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഭയങ്കര തണുപ്പാണ്. പണ്ടത്തെ പോലത്തെ തണുപ്പൊന്നും ഇല്ല കേട്ടോ. ഈ ഡിസംബറിലൊക്കെ കോരി ചൊരിഞ്ഞ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൈപ്പിൽ നിന്നൊക്കെ പിന്നെ ഐസൊക്കെ വരുന്ന ഒരു ടൈമായിരുന്നു പണ്ടത്തെ എന്നൊക്കെ. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ഫ്ലാറ്റുകളൊക്കെ അടുത്തടുത്ത് വന്നുകൊണ്ട് അത്ര വലിയ തണുപ്പൊന്നുമില്ല. എന്നാലും ജാനുവരിയിൽ ഭയങ്കര തണുപ്പ് തന്നെയായിരിക്കും. അപ്പോൾ ഡിസംബറിൽ ഇവിടെ എന്ന് പറഞ്ഞാൽ നവംബർ പകുതിയാകുമ്പോഴേ തണുപ്പ് വരേണ്ടതാണ്. പക്ഷേ ഇപ്പോൾ ഈ 2 കൊല്ലം കൊണ്ടിട്ട് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അത്ര വലിയ തണുപ്പില്ല. എന്നാലും രാത്രി നല്ല കാറ്റും തണുപ്പൊക്കെ ഉണ്ട്. മഫ്ലറും ഒക്കെ ചുറ്റണം, ഇല്ലെങ്കിൽ തൊണ്ടവേദന വരും. മോളില്ല, മോള് ഇൻ്റർനാഷണൽ ടൂറിങ്ങിലാണ്, മീറ്റിങ്ങും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി പോയിരിക്കണതാണ്. അവൾ ഇനി ശനിയാഴ്ച വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ അവൾ പോയപ്പോൾ ഇവൻ ഒച്ചയടിക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇതിൽ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ എന്ന് പറഞ്ഞാൽ മോൾക്ക് തൊണ്ടവേനയും പനിയായിരുന്നു. പനിയൊക്കെ കുറവുണ്ട്. അപ്പോൾ ഞാൻ തൊണ്ടവേനയുടെയൊക്കെ മരുന്നും പിന്നെ അവൾക്ക് പ്രോബ്ലം എന്തെന്ന് വെച്ചാൽ കാതിൽ കൂടെ കാറ്റ് കയറി കഴിഞ്ഞാൽ അവൾക്ക് തൊണ്ടയിൽ ബാധിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ളതല്ല, ഗാർഗിൾ ചെയ്യേണ്ട ബിറ്റാഡിയനും ചെറിയ കുപ്പി ട്രാവലിംഗ് ചെയ്യേണ്ട ബോട്ടിലൊക്കെ ഞാൻ കൊടുത്തു വിട്ടു, വിക്സൊക്കെ ആയിട്ട്. അപ്പോൾ പല ദേശത്ത് പോകുന്നതല്ലേ, അപ്പോൾ പലയിടത്ത് പല ക്ലൈമറ്റ് അല്ലേ, അതാണ് അവൾക്ക് പെട്ടെന്ന് ഇങ്ങനെ വേണം. അപ്പോൾ ഇവിടെയുള്ള എല്ലാവർക്കും തൊണ്ടവേനയൊക്കെ വരും. മോൻ ചിലപ്പോൾ മോനോട് ഞാൻ എപ്പോഴും പറയുന്നത് എന്തെന്ന് പറഞ്ഞാൽ അവൻ ഇച്ചിരി കെയർലെസ്സാണ്. അവൻ പേഴ്സ് സൂക്ഷിക്കില്ല. ഇവിടെ ഭയങ്കര കളവൊക്കെ ആണല്ലോ. ട്രെയിനിലൊക്കെ പോവുകയാണെങ്കിൽ അവൻ ബൈക്ക് അവിടെ വെച്ചിട്ട് ലോക്കൽ ട്രെയിനിലാണ് പോകുന്നുണ്ടെങ്കിൽ കളവൊക്കെ നടക്കും. മൊബൈലൊക്കെ അങ്ങനെ ഒരിടയ്ക്ക് വന്നിട്ട് അവൻ കള്ളൻ്റെ നിന്ന് പിടിച്ച് മേടിച്ചതാണ്. അതുകൊണ്ടൊക്കെയാണ് മോനോട് പറയുന്നത് കേട്ടോ. മോളോട് പറയേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാം ഇതാണ്, അവൾ നേരാമണ്ണം ചെയ്യും. പിന്നെയെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാനൊരു ടിപ്സ് പറഞ്ഞു തരാം. ഇപ്പോൾ ഈ തണുപ്പ് സമയത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ പൈപ്പിൽ നിന്നൊക്കെ വരുന്ന വെള്ളം ഭയങ്കര തണുപ്പ് തന്നെയായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് വെള്ളം കൊണ്ടുവന്നിട്ട് കഴുകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാകുമ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? ഇത്തിരി വെള്ളം ചൂടാക്കിയിട്ടാണ് ഞാൻ ചൂടാക്കി അതിലേക്ക് വെള്ളം ചേർത്ത് ഒരു ഭയങ്കര ലുക്വാം വാട്ടറിലാണ് ഞാൻ ഭയങ്കര തണുപ്പ് വരുമ്പോഴൊക്കെ പല്ലൊക്കെ തേക്കാൻ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൂടാതെ നമ്മൾ തണുപ്പ് സമയത്താണ്, അതെല്ലാം ലജ്ജ വിചാരിച്ചിട്ട് കാര്യമില്ല. തണുപ്പ് സമയത്ത് പലരും ഒരുപാട് വെള്ളം കൊണ്ട് കഴുകണം. ആക്ച്വലി ആ വെള്ളമൊക്കെ പല്ല് നേരാവണ്ണം തേക്കണം. ചിലവർ ഈ തണുപ്പിൻ്റെ ഇതിൽ 2 ഓടിക്ക് പല്ല് ബ്രഷ് ഓടിച്ചിട്ട് നല്ലവണ്ണം വായൊന്നും കുപ്പിക്കാതെ കഴുകാതെ വരുമ്പോഴാണ് തണുപ്പ് സമയത്ത് കൂടുതൽ വായ്ക്ക് സ്മെല്ല് വരുന്നത്. അപ്പോൾ വായുടെയും പല്ലിൻ്റെയൊക്കെ സംരക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മൾ പെറ്റിനെയൊക്കെ സംരക്ഷിക്കുന്നത് പോലെയും നമ്മൾ മറ്റുള്ള കൈകാലുകൾ സംരക്ഷിക്കുന്നത് പോലെയും വായും നല്ലവണ്ണം സംരക്ഷിക്കണം തണുപ്പ് സമയങ്ങളിൽ. തണുത്ത ദേശത്തൊക്കെ പോകുന്നുള്ളവർ, ഞാനിപ്പോൾ ഇവിടെയൊക്കെ തണുപ്പും ചൂടും ഇപ്പോൾ വർഷങ്ങളായിട്ട് 10-35 കൊല്ലമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കേട്ടോ. അപ്പോൾ അതെനിക്ക് അത് പറയണമെന്നുണ്ട്. ചിലവർക്ക് അറിയാതെ വരും. ഞാൻ എൻ്റെ മക്കളെയൊക്കെ ഇങ്ങനെയാണ് പഠിപ്പിച്ചത് കേട്ടോ. അപ്പോൾ എന്താണെന്ന് പറയുമ്പോൾ നല്ലവണ്ണം പല്ല് തേക്കണം. പിന്നെയെന്ന് പറഞ്ഞാൽ മാംസവും ഇറച്ചിയൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ എപ്പോഴെപ്പോഴും ബ്രഷ് ഇട്ട് ഓടിച്ചാൽ പല്ലിന് തേയ്മാനം വരും, അത് സത്യമാണ്. പക്ഷേ രാവിലെയും വൈകുന്നേരവും രാത്രി കിടക്കാൻ നേരത്ത് പല്ല് തേക്കുന്നത് മസ്റ്റാണ് കേട്ടോ. അത് ശ്രദ്ധിക്കണം എല്ലാവരും. പിന്നെ അതുകൂടാതെ നമ്മൾ ഇറച്ചിയോ മീനോ തിന്നുമ്പോൾ ഒന്ന് ആ ബ്രഷ് ഇട്ടിട്ട് ഒരുപാടൊന്നും വേണ്ട, ഒന്നിങ്ങനെ ഓടിക്കുന്നത് നല്ലതാണ്. എന്നിട്ട് വായൊക്കെ കഴുകിയാൽ അത് ആ ഇറച്ചിയുടെയും ഇതൊന്നും ഇരിക്കത്തില്ല. അപ്പോൾ സ്മെല്ല് അധികം കൂടുതൽ വരില്ല. പിന്നെ തണുപ്പ് സമയത്ത് അത് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടിയാണ് കേട്ടോ. കുറേ വെള്ളം വെച്ച് കഴുകണം. അപ്പോൾ അത് നമ്മൾ ഇച്ചിരി വെള്ളം അനത്തിയാൽ മതിയല്ലോ. ഒന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് ചൂടാക്കി ഒരുപാട് വെള്ളത്തിൽ വായ കഴുകി പല്ല് തേച്ച് ഒക്കെ നല്ലതായിട്ടിരിക്കണം. അതുപോലെ ഏറ്റവും വേണ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ രാവിലെ പല്ല് തേച്ച് കഴിഞ്ഞ ഉടൻ തന്നെ നമ്മൾ ചൂടുവെള്ളം ഗാർഗിൾ ചെയ്യണം, രാവിലെയും വൈകുന്നേരം. അത് ബിറ്റാഡിയൻ വെച്ചാണെങ്കിൽ ഏറ്റവും ഉത്തമം. ബിറ്റാഡിയനൊന്നും ഇല്ലാത്തവർക്കാണെങ്കിൽ വെറും ചൂടുവെള്ളത്തിലോ ഉപ്പുവെള്ളത്തിലോ ഡെയിലി ഗാർഗിൾ ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മുടെ ഗാർഗിൾ ചെയ്യുമ്പോൾ നമ്മുടെ തൊണ്ടയിലുള്ള ബാക്ടീരിയസൊക്കെ ഡെയിലി ഉള്ളത് പോവും. അതുപോലെ രാത്രി കിടക്കാൻ നേരത്തും നമ്മൾ ഗാർഗിൾ ചെയ്തിട്ട് കിടക്കണം. അങ്ങനെ 2 നേരം ഗാർഗിൾ ചെയ്യുമ്പോൾ വായുടെ സ്മെല്ലുകളും വായുടെ നാറ്റങ്ങളും പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങൾ മാറിക്കെട്ടും കേട്ടോ. അതൊക്കെ ആരോ വന്നു, അതാണ് ഈ നോക്കുന്നത്.
അപ്പോൾ അതൊക്കെ മാറിക്കിട്ടും. അപ്പോൾ 2 നേരം ഗാർഗിൾ ചെയ്യണം. അത് നല്ല ഉത്തമമായ ഒരു കാര്യമാണ്. ഞങ്ങളവിടെ എന്ന് പറഞ്ഞാൽ ബിറ്റാഡിൻ ഒരുപാട് മേടിച്ച് വയ്ക്കും. കാരണം എന്തെന്ന് പറഞ്ഞാൽ ഇവരൊക്കെ ബൈക്കിൽ പോകുമ്പോൾ കാതിൽ കൂടെ കാറ്റ് കയറിയ തൊണ്ടവേദന വരും. പിന്നെ ഇവർ തണുപ്പൊന്നും നോക്കാതെ തണുത്ത വെള്ളമൊക്കെ ഇപ്പോൾ ഇവൾ ഈവൻറ്റിലൊക്കെയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ അവൾ തണുപ്പൊക്കെ കഴിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇവർക്ക് പെട്ടെന്ന് തന്നെ തൊണ്ടവേദനയൊക്കെ വരാം. പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റ് ഇങ്ങനെ ചൂടും തണുപ്പായതുകൊണ്ട് പല രാജ്യങ്ങളിലും അവർ പോകുന്നു. അപ്പോൾ അതുകൊണ്ട് മീറ്റിങ്ങിനൊക്കെ പല സ്ഥലത്തും പോകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തൊണ്ടവേദനയൊക്കെ വരാം. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും ഇവിടെ ബിറ്റാഡിൻ സൂക്ഷിച്ച് തന്നെ വെക്കും കേട്ടോ. എപ്പോഴും ഇവിടെ അതായത് ഇല്ലാതായെന്ന സംഭവങ്ങളില്ല, ഇവിടെ ഉണ്ടാവും എപ്പോഴും. പിന്നെ എപ്പോഴും ട്രാവലിംഗ് അവൾ പോകുന്ന സമയത്ത് അവൾക്ക് ചെറിയ ബിറ്റാഡിയൻ്റെ ബോട്ടിൽ, വിക്സ് ഇതൊക്കെ എപ്പോഴും ഇരിക്കും കേട്ടോ. കാരണം ഞാൻ എപ്പോഴും പറയും രാവിലെയും വൈകുന്നേരം ഗാർഗിൾ ചെയ്യണം. അത് തൊണ്ടവേദന ഉണ്ടെങ്കിലും തൊണ്ടവേദന ഇല്ലെങ്കിൽ തണുപ്പ് സമയത്ത് ചൂട് സമയത്ത് അത് ചെയ്യുന്നത് നല്ലതാണ്. ബിറ്റാഡിൻ ഇല്ലാത്തവർക്ക് വെറും ചൂടുവെള്ളത്തിൽ നമ്മൾ കുളിക്കാൻ നേരത്തെങ്കിലും ചൂടുവെള്ളം കിട്ടുമല്ലോ, 2 നേരം ഗാർഗിൾ ചെയ്യുന്നത് വായ്ക്ക് നല്ല സംരക്ഷണം തരുന്ന ഒന്നാണ് കേട്ടോ. അതൊന്ന് അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടിയാണ് കേട്ടോ. പിന്നെ രണ്ടാമത് എന്താണെന്ന് പറഞ്ഞാൽ തണുപ്പ് സമയത്ത് നമ്മൾ എന്ത് കഴിച്ചിരുന്നാലും ഇപ്പോൾ ഹോട്ടലിൽ കയറുന്നവർ ടിഷ്യൂ പേപ്പർ ഇട്ട് അങ്ങനെയല്ല ചെയ്യേണ്ടത്. കഴുകാൻ ശ്രമിക്കുക. ഈ ആഹാര പദാർത്ഥങ്ങളൊന്നും പല്ലിലൊക്കെ ഇരിക്കുമ്പോഴാണ് പല്ലുകൾ പെട്ടെന്ന് പോകുന്നതും വായിൽ അത് അനുവദിക്കാൻ പാടില്ല. അപ്പം അത് എപ്പോഴും കഴുകണം. നമ്മൾ എന്ത് കഴിച്ചാലും ടിഷ്യൂ പേപ്പർ ഇട്ട് തുടക്കുന്നതൊക്കെ നിർത്തണം. പിന്നെ നമ്മൾ ട്രാവലിംഗ് ചെയ്യുമ്പോഴോ ഓഫീസിൽ പോകുന്നവരോ അല്ലാത്തവരാണെങ്കിൽ എപ്പോഴും ഒരു മൗത്ത് വാഷ് നമ്മൾ കുപ്പിളിച്ച് തുപ്പാൻ വേണ്ടി ഒരു മൗത്ത് വാഷിൻ്റെ ഇത് മേടിച്ച് വെക്കുന്നത് വളരെ നല്ലതാണ്. എൻ്റെ മക്കളൊക്കെ കൊണ്ടുപോകും കേട്ടോ ബാഗിലിട്ട്. ഇല്ലെങ്കിൽ അത് മേടിക്കാൻ പറ്റാത്തവരാണെങ്കിൽ കുറച്ച് ഇലാച്ചിയോ ഗ്രാമ്പോ ബാഗിലിട്ട് ഇടയ്ക്കൊന്ന് ചവക്കുന്നതൊന്നും നല്ലതാണ്. പല്ലിനും നല്ലതാണ്, നമ്മുടെ സ്മെല്ലിനും അത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ തണുപ്പ് സമയത്ത് വായ്ക്ക് കുറേ സംരക്ഷണം നൽകുന്നത് നല്ലതാണ്. അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടിയാണ് ഞാനീ പറയുന്നത്. ചിലവരൊക്കെ തണുപ്പ് സമയത്ത് കുളിക്കാൻ മടിക്കുക, അങ്ങനെയല്ല. നമ്മൾ തണുപ്പ് സമയത്ത് ശരീരത്തെ അഴുക്കുണ്ടാവില്ല, എന്നാലും നമ്മൾ 2 നേരം കുളിക്കാൻ ശ്രമിക്കുക. ചെറു ചൂടുവെള്ളത്തിലാണെങ്കിൽ കുളിക്കാൻ ശ്രമിക്കുക. 2 നേരം കുളിക്കാനും ശ്രമിക്കണം. നല്ല തണുപ്പ് ഇപ്പോൾ ഞങ്ങളിവിടെ കുളിക്കും. കാരണം എന്താണെന്ന് പറഞ്ഞാൽ രാവിലെ വിളക്കെത്തിക്കണം, വൈകുന്നേരം വിളക്കെത്തിക്കണം. ചൂട് സമയത്ത് നമ്മൾ അപ്പം വെള്ളം കോരി ഒഴിച്ചുകൊണ്ടാണ് വരുന്നത്. അതുകൊണ്ട് കുളിയെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സോപ്പിട്ടൊക്കെ തേച്ച് കുളിച്ച് വന്നിരുന്നാലും പിന്നെയും വിയർക്കും, പിന്നെയും ചെന്ന് വെള്ളം കോരി ഒഴിച്ചുകൊണ്ട് വരും. അപ്പം നമുക്ക് കൂടുതൽ ശരീരം ചീത്തയാവും കേട്ടോ. കാരണം അപ്പോഴാണ് കൂടുതൽ എനിക്ക് തൊണ്ടവേദനയും ജലദോഷമൊക്കെ വരുന്നത്. ചൂട് തണുപ്പ് അങ്ങനെയുണ്ട്. അപ്പോൾ ഇങ്ങനെ തണുപ്പ് സമയത്ത് കുറേയേറെ നമുക്ക് വായ്ക്കും പല്ലിനൊക്കെ സംരക്ഷിക്കാൻ ഇങ്ങനെയൊക്കെ നോക്കാം കേട്ടോ. വായ സംരക്ഷണമൊക്കെ നല്ലതാണ്. നമ്മൾ കൈകാലുകൾ സംരക്ഷിക്കുന്നത് പോലെ തന്നെ. അതുപോലെ തണുപ്പ് സമയത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ തൊലികളൊക്കെ ചിലപ്പോൾ പോയിട്ട് വേറെ തൊലി, അപ്പോൾ ഇടയ്ക്കൊന്ന് ക്രീമുകൾ നല്ലവണ്ണം തേച്ച് കൊടുക്കാൻ. തണുപ്പ് സമയത്ത് നമ്മുടെ വിൻ്റർ ക്രീമൊക്കെ ഉണ്ടല്ലോ, നല്ലവണ്ണം ശരീരത്തും കൈക്കും കാലിനൊക്കെ തേച്ച് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പം ഞാൻ ഈ ഒരു ടിപ്സ് പറഞ്ഞെന്ന് പറഞ്ഞാൽ പലരും തണുപ്പ് സമയത്ത് തണുത്ത രാജ്യങ്ങളിലുള്ളവർ അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടി പറഞ്ഞാണ് കേട്ടോ. അറിയാവുന്നവർക്ക് ഇതിനെക്കുറിച്ച് നല്ലതായിട്ട് അറിയാമായിരിക്കും. എപ്പോഴും നമ്മൾ ഒരു മൗത്ത് വാഷിൻ്റെ ഒരു മൗത്ത് ഫ്രഷിന് ഇത് ക്യാരി ചെയ്യുന്നത് നല്ലതാണ്. ഇല്ലെങ്കിൽ വല്ല ഇലാച്ചിയോ ഇതൊക്കെ ഇതാണ്. ഹോട്ടലിൽ കയറി തണുപ്പത്തായിരിക്കും കൂടുതൽ ഭക്ഷണങ്ങൾ കഴിക്കാൻ കയറുന്നത്, വിശപ്പ് കൂടുതൽ ആ സമയത്താണ്. അപ്പോൾ കയറി ഇരുന്നാലും വായ കഴുകാൻ ശ്രമിക്കണം. ടിഷ്യൂ പേപ്പർ കൊണ്ട് തുടച്ച് വരുന്ന ആ ഒരു രീതി മാറ്റിയിട്ട് വായ കഴുകാൻ ശ്രമിക്കണം. പല്ലുകളിലും വായകളിലൊന്നും ഇതൊന്നും ഇരിക്കാതെ ശ്രദ്ധിക്കണം. പിന്നെ നല്ലവണ്ണം വെള്ളം നമ്മൾ തണുത്ത വെള്ളമാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, നല്ലവണ്ണം വായ കുപ്പിളിച്ച് തുപ്പാനും നമ്മൾ ഗാർഗിൾ ചെയ്യാനും ശ്രമിക്കണം. നല്ലവണ്ണം പല്ല് തേക്കാനും ശ്രമിക്കണം. അങ്ങനെയൊക്കെ ആകുമ്പോൾ വായ നമുക്ക് തണുപ്പത്ത് കുറേയേറെ സംരക്ഷിക്കാം. വായ്ക്ക് സ്മെല്ലൊന്നും ഇല്ലായിരിക്കാം. തണുപ്പ് കാലത്തെന്ന് പറഞ്ഞാൽ പലരും ഇവിടെ ഞാൻ പലരെയും കണ്ടിട്ടുണ്ട്, ഇങ്ങനെ ഒന്ന് ഓടിച്ചിട്ട് തണുത്ത വെള്ളമെന്ന് പറഞ്ഞാൽ വായ അധികം കുപ്പിളിക്കില്ല. അങ്ങനെയല്ല ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ചെറിയ വെള്ളം ചൂടാക്കുന്നതിനൊന്നും അധികം ടൈം വേണ്ടല്ലോ, ഒന്ന് അനത്തിയാൽ മതി. അപ്പോൾ എടുത്തിട്ട് നല്ലവണ്ണം കുപ്പിളിച്ച് വെക്കുക. അത് ആദ്യം ഒന്ന് തണുക്കുന്നേ ഉള്ളൂ, പിന്നെ അധികം ഒന്നും തണുപ്പൊന്നും വരെയൊന്നുമില്ല. നല്ലവണ്ണം ആ സമയത്ത് വേണം, തണുപ്പത്ത് വേണം വായ നല്ലവണ്ണം കുപ്പിളിച്ച് നമ്മൾ കഴുകി കളയാനും 2 പ്രാവശ്യം ഗാർഗിൾ ചെയ്യണം. അപ്പോൾ വെറും ചൂടുവെള്ളത്തിലാണെങ്കിലും 2 പ്രാവശ്യം ഗാർഗിൾ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ വായ്ക്ക് ഒരുപാട് സംരക്ഷണം തണുപ്പ് കാലത്തൊക്കെ കിട്ടും. അപ്പോൾ ഞാൻ എൻ്റെ മക്കളെ ഇങ്ങനെ തന്നെ പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ. നല്ലവണ്ണം 2 നേരം ഗാർഗിൾ ചെയ്യണം. നല്ലവണ്ണം തണുപ്പ് സമയത്തായാലും പല്ല് തേക്കണം.
ബാഗിൽ എപ്പോഴും മൗത്ത് ഫ്രഷോ അതൊക്കെ ക്യാരി ചെയ്യണം. ട്രാവലിങ്ങിലായാലും ഞാൻ അവൾക്ക് ചെറിയ ബിറ്റാഡിയൻ എപ്പോഴും വച്ചേക്കും, രാവിലെയും വൈകുന്നേരവും. ഇപ്പോഴും ഞാൻ കൊടുത്തയച്ചു, രാവിലെയും വൈകുന്നേരവും ഗാർഗിൾ ചെയ്യാൻ വേണ്ടി. അതില്ലാത്തവർക്ക് ഉപ്പുവെള്ളമോ ചെറു ചൂടുവെള്ളത്തിലായാലും ഗാർഗിൾ. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ കൈയും കാലും സംരക്ഷിക്കുന്നതിനനുസരിച്ച് നമ്മുടെ വായകൾ തണുത്ത സമയത്ത് തണുപ്പ് കാലത്തൊക്കെ സംരക്ഷണം കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനെന്ന് പറഞ്ഞാൽ ഇവിടെ 35 കൊല്ലമായിട്ട് കൽക്കട്ടയിൽ ചൂടും തണുപ്പും അനുഭവിച്ച് വരുന്ന ആളാണ്. ഭയങ്കരമായിട്ട് ചൂട് വരുന്ന ഒരു സ്ഥലമാണ് ഇത്. അതും അനുഭവിക്കുന്നുണ്ട്, തണുപ്പ് നല്ലതായിട്ട് വരുന്ന സ്ഥലമാണ്, അതും ഞാൻ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കുണ്ടാകുന്ന ആ കാര്യങ്ങൾ, ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞു തന്നത്. ആർക്ക് എത്ര പേർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ഞാൻ പറഞ്ഞത് ശരിയല്ലേ എന്ന്. അപ്പോൾ നമുക്ക് കൈക്കും കാലിനും ഇപ്പോൾ നമ്മുടെ തണുപ്പ് സമയത്ത് ക്രീമുകൾ തേച്ചും ഇളം ചൂടുവെള്ളത്തിലൊക്കെ കാലിൻ്റെ പാദമൊക്കെ തേച്ച് കഴുകുന്ന പോലെ തന്നെ നമുക്ക് വായകളും നല്ലവണ്ണം സംരക്ഷിക്കുക. അല്ലാതെ നമ്മൾ വെറുതെ ഇങ്ങനെ വായ ടിഷ്യൂ പേപ്പറിട്ട് തുടച്ച് പോയാൽ നല്ലവണ്ണം ആ സമയത്ത് വായ കഴുകാൻ ശ്രമിക്കുക. അങ്ങനെയൊക്കെയാണ് വേണ്ടത്. അപ്പോൾ ഞാനതൊരു ടിപ്സ് പറഞ്ഞു തന്നേ ഉള്ളൂ. അറിയാത്തവർക്ക് കൊച്ചു കുട്ടികൾ, നമ്മളറിയാത്ത സ്കൂൾ കുട്ടികളൊക്കെ ഉണ്ടാവും, അവർക്കൊക്കെ നമ്മുടെ അമ്മമാർ അത് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അവരതുപോലെ ചെയ്യുക. അറിഞ്ഞൂടാത്ത കുട്ടികളൊക്കെ ഉണ്ടാവാം, അറിഞ്ഞൂടാത്ത എത്രയോ പേരുകളുണ്ടാവും, അവർക്ക് വേണ്ടിയാണ് കേട്ടോ ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ചെയ്തിരുന്നാലും വായ ഒരുപാട് നല്ലവണ്ണം സംരക്ഷിക്കാം. അപ്പോൾ ഇന്ന് എൻ്റെ ടോപ്പിക്കൊക്കെ ഇവിടെ വെച്ച് നിർത്തി. പിന്നെ പതിവ് പോലെ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ എൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. ഞാൻ എല്ലാ വീഡിയോയും കൂടെ കലർത്തിയൊരു വീഡിയോ ആണ് ഇട്ടേക്കുന്നത്. അപ്പോൾ എല്ലാവരും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.